ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11 ദിവസത്തെ നീണ്ടു നിന്ന കസേര കളിക്ക് ശേഷം നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കാണാൻ കിട്ടാത്തൊരു സാധനമായിരുന്നു മുഖ്യമന്ത്രി. അപ്പം കസേര കളിക്കൊടുവിൽ സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി വെറും VD സതീശനല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. ഇനി സതീശൻ ഇരിക്കുന്ന ആ ഒരു കാല് ആരൊക്കെ തല്ലി ഒടിക്കുമെന്ന് മാത്രം നമുക്കിനി കണ്ടറിഞ്ഞാൽ മതി. സാധാരണ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് LDF ആണ് ആപ്പ് വെക്കാറുള്ളത്. ഇപ്പം LDFന്റെ ആപ്പിനേക്കാളും വലിയ ആപ്പുകൾ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ഉള്ളപ്പം പുറത്തന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും ഒരു നാണം കെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപനം ഈ അടുത്ത കാലത്തും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ പോലും അതിനകത്ത് ആ കൂടി ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MLA-മാർക്ക് KCA മതി, ഹൈക്കമാൻഡിന് KCA മതി, പക്ഷെ ജനങ്ങൾക്ക് മാത്രം VD മതി. ഒടുവിൽ ജനങ്ങൾ വിജയിച്ചു. ഒരു ഹൈക്കമാൻഡിന് മുകളിലല്ല ജനങ്ങൾ എന്ന് വിധി എഴുതി. അതാണ് മാറ്റം. എന്താണെങ്കിലും മുഖ്യമന്ത്രി ആയതിനു ശേഷം VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഗൈസ്. എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുകയാണ്. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് ഈ ടീം UDF എന്ന് പറയുന്നതിൽ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. അത് വേറൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്ന ഒരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോട് കൂടിയാണ് അധികാരത്തിലെത്തിയത്. അതെ, ആ ജനങ്ങളെ തന്നെ ഒരുമാതിരി മുണ്ട് പൊക്കി കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയാണ് ഇലക്ഷൻ ജയിച്ച് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. അപ്പൊ എന്താണെങ്കിലും ഇനിയെങ്കിലും നമുക്കൊരു നല്ല കാലം ഉണ്ടായാൽ മതിയായിരുന്നു. അത് ആഗ്രഹിക്കാനേ പറ്റൂ എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം എന്നാണ് ഇതൊക്കെ ഈ തമ്മിത്തല്ല് കാണുമ്പോൾ തോന്നുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നമ്മുടെ രമേശ് അണ്ണൻ പിണങ്ങിപ്പോയി. പിന്നെ നമ്മൾ വേറൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പിന്നെയും ഒരു MP സ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഒരു MLA സ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നേനെ. കോൺഗ്രസ്സുകാർക്ക് 3 പ്രതിപക്ഷമാണുള്ളത്. ഒന്ന് LDFന്റെ ക്യാപ്റ്റൻ പിണറായി നയിക്കുന്ന പ്രതിപക്ഷമാണെന്ന് തോന്നുന്നു, ഉറപ്പ് പറഞ്ഞിട്ടില്ല, നോക്കാം. 2 രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രതിപക്ഷം. 3 KC വേണുഗോപാൽ നയിക്കുന്ന പ്രതിപക്ഷം. അപ്പൊ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു മന്ത്രിസഭയിൽ 3 പ്രതിപക്ഷം വരുന്നത്. എന്താണെങ്കിലും സതീശൻ കുറെ വെള്ളം കുടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. ഇവർ കുറെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫോർ എക്സാമ്പിൾ, ബസ്സിനകത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇതൊക്കെ നടപ്പിലാക്കുവോടെ? എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ ഖജനാവ് ഖാലിയാണ്. KSRTC നഷ്ടത്തിലാണ്. KSRTCയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം പോലും പ്രോപ്പറായിട്ട് പോലും കൊടുക്കാത്ത അവസ്ഥയിൽ ഇത്രയും വലിയൊരു ബാധ്യത എടുത്ത് തലമണ്ടയിൽ വെക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ സതീശ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. സീരിയസ്ലി അതിന്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വേണമെങ്കിൽ മുതിർന്ന ആളുകൾ 60 എബോവ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തന്നെ സമത്വം വേണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, ചേച്ചിമാരൊക്കെ വണ്ടിക്കകത്ത് കയറി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു കുറച്ചിലൊക്കെ തോന്നുമായിരിക്കും ഇവിടെ. ആ രീതിയിലാണല്ലോ സ്ത്രീകൾ ഇപ്പോൾ വളർന്ന് ഉന്നതങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈക്വൽ അതാണ് വേണ്ടത്. അല്ല സ്ത്രീകൾക്ക് മാത്രം ഇവിടെ കൊമ്പും വാലും ഒന്നുമില്ല, പൈസ കൊടുത്തൊക്കെ പോയാൽ മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യം കൂടെ ചെയ്യാമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. വേണമെങ്കിൽ ഒരു കാർഡ് എല്ലാവരും കൊടുക്കാം. സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന അല്ലെങ്കിൽ BPL-കാർക്ക് ഒരു കാർഡ് കൊടുക്കാം. ആ കാർഡ് സ്കാൻ ചെയ്യുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് KSRTCയിൽ യാത്ര ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതായനെ. ഒരു കാർഡ് കൊടുക്കുക, ആ കാർഡുമായിട്ട് ബസ്സിനകത്ത് കയറിയാൽ മതി, അത് സ്കാൻ ചെയ്യുക, ടിക്കറ്റ് ഓക്കെ. ഈ രീതിയിൽ അല്ല സ്ത്രീകൾക്ക് അങ്ങനെ സംഭവം കൊടുക്കുന്നത് ഭയങ്കര ഫ്ലോപ്പ് പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDF എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ UDF സതീശനെ എതിർക്കാൻ വേണ്ടിയിട്ടുണ്ട്. എത്രമാത്രം VD സതീശനെ പുറകിൽ നിന്ന് കുത്താമോ തരം താഴ്ത്താമോ അത്രമാത്രം പാർട്ടിക്ക് അകത്ത് തന്നെ ചിലപ്പം ചെയ്യും. കാര്യം MLA-മാരെ എല്ലാം MP-മാർ അടക്കമുള്ള ആളുകൾ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അഗനിസ്റ്റ് ആണ്. ആഭ്യന്തരം കൂടെ കൊടുത്തില്ലെങ്കിൽ ബ്ലൂം ചിക്കാ ബാവ എന്ന് കൂട്ടിയാൽ മതി. യുവമാരുടെ കുതുകാല് വെട്ടും സ്വയം കുഴിമാന്തലും കീശ വീർപ്പിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുവോടെ
എന്നാണ് നമ്മുടെയൊക്കെ ഇപ്പോഴുള്ള ഒരു ആശങ്ക. എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും നമുക്കൊരു പേരിനെങ്കിലും ഒരു മുഖ്യമന്ത്രി കിട്ടി, അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഒരു നാദനില്ലാ കളരി പോലെ ആയിരുന്നു. ആരെങ്കിലും നിങ്ങൾ ആരുടെ നിങ്ങളുടെ മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ ആയിട്ടില്ല, പണിയിലാണ് എന്ന് പറയേണ്ട അവസ്ഥ ഇല്ലല്ലോ. ഇനി അടുത്ത നടക്കാൻ പോകുന്ന അടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതിലുള്ള അടിയാണ്. മുസ്ലിം ലീഗ് നല്ല രീതിയിൽ സീറ്റിന് വേണ്ടി പിടിക്കും, കോൺഗ്രസ്സുകാർ കൊടുക്കത്തില്ല. പ്രത്യേകിച്ച് VD സതീശനെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ KC വേണുഗോപാലിന് നല്ലൊരു പങ്ക് പുള്ളിക്കാരൻ വഹിക്കുന്നത് കൊണ്ടും മുസ്ലിം ലീഗിന് 4-5 സീറ്റ് കൊടുക്കുന്നതിൽ പോലും പിശുക്ക് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കോൺഗ്രസ് മാത്രമായിട്ട് 63 MLA-മാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും കോൺഗ്രസിനെ അത് ബാധിക്കത്തില്ല. എന്നാൽ പോലും അത്തരത്തിലുള്ള നടപടികളിലോട്ടൊന്നും പോത്തില്ല. അത് വേറെ കാര്യം. രണ്ട് കൂട്ടരുടെ നിലനിൽപ്പ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ സെപ്പറേറ്റ് മാറി നിന്ന് കഴിഞ്ഞാൽ രണ്ടുകൂടെ വായി വിരലിട്ടുണ്ട് ആകാശം നോക്കി നിൽക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒഴിഞ്ഞു പോക്കും പരിപാടിയൊന്നുമില്ല. സീറ്റിന്റെ കാര്യത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ള കടിപിടി നമ്മൾ ഉടനെ കാണേണ്ടി വരും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ 10ാം ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. അന്നേ ദിവസം തന്നെ മെയ് 4-ാം തീയതി തന്നെ റിസൾട്ട് വന്ന പല സംസ്ഥാനങ്ങളിലും ഓൾറെഡി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയും, എന്തിനു പറയണം, കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ട് പോലും വിജയ് വരെ അവിടെ മന്ത്രിസഭ രൂപീകരിച്ചു. എന്നിട്ടും 102 സീറ്റിൽ ഇവിടെ വലിയ വിജയം ഉണ്ടായിട്ടും ഇവിടെ കടന്ന് കടിപിടിയാ. ഇത്രയും വലിയ നാണക്കേട് കേരള ജനങ്ങൾ, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ സഹിച്ചു. ഇനി ഈ മന്ത്രിമാരുടെ പേരൂടെ പറഞ്ഞ് കടിപിടി കൂടാൻ നിൽക്കല്ലേ എന്നേ പറയാനുള്ളൂ. വോട്ട് ചെയ്ത വോട്ടേഴ്സിന് പലർക്കും റിഗ്രറ്റ് അടിച്ചു തുടങ്ങി. യവനെയൊക്കെ ആണല്ലോ ദൈവമേ വിജയിപ്പിച്ച് വിട്ടതെന്നോർത്ത് ചിലപ്പം ശപിക്കുന്നുണ്ടായിരിക്കും സ്വയം ജനങ്ങൾ. ഇതിന് മറുപടിയായിട്ട് VD സതീശൻ ഈ ഒരു പ്രസ് മീറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് വെക്കാം. ഒരു നാണക്കേടും ഇല്ല. ഇതൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വിവിധ പാർട്ടികൾ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ എത്രയോ സമയം എടുത്തിട്ടുണ്ട്. ചരിത്ര ഫോർമാലിറ്റീസ് ഉണ്ട്, നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ വാർത്തക്കകത്തൊക്കെ എഴുതിയത്. സതീശൻ അവിടെ പടന്ന് കരഞ്ഞ് കാല് പിടിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത ഇവിടെ വന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ ഫോർമാലിറ്റീസ്. മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ എത്രയോ സമയം എടുത്തിട്ടുണ്ട്. ചരിത്രം അറിയാതെ അങ്ങനെ കുറ്റപ്പെടുത്തരുത്. നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അവരതിന്റെ എല്ലാ ഭാഗവും പരിശോധിച്ച് ഒരു കാലത്തും നടക്കാത്ത തരത്തിൽ MLA-മാരുമായി, MP-മാരുമായി, സീനിയർ നേതാക്കളുമായി എല്ലാവരും ആയി നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ്. കോൺഗ്രസ് പാർട്ടി സാധാരണ ഒരു പാർട്ടിയല്ല, ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള ഒരു പാർട്ടിയാണ്. ഒരുപാട് നേതാക്കൾ, കഴിവുള്ള മികച്ചവരായ നിരവധി നേതാക്കന്മാർ MLA-മാരായി ജയിച്ചു വന്നവരിലുണ്ട്. കഴിവുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അത് ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇതിപ്പം പുള്ളിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ കൊള്ളത്തില്ല. ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞ ആ ഫോർമാലിറ്റീസ് ക്യാമറ വെച്ച് ജനങ്ങളെ കാണിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും നാണം കെട്ടേന്. രമേശ് ചെന്നിത്തല പിണങ്ങി ഓടിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ നടന്ന ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജനങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു. ചർച്ചയൊന്നും ആയിരിക്കത്തില്ല നടന്നത്. നല്ല ഒന്നോന്തരം പച്ച പെലയായിട്ടായിരിക്കും ഇവിടെ നടന്നത്. ഹിന്ദിയിൽ രാഹുൽ ഗാന്ധിയുടെ തന്തയ്ക്കും തള്ളക്കും തന്നെ വിളിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റൂല. നാട്ടുകാരിപ്പോ ശരിക്കും വിളിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. രമേശ് എണ്ണം പിണങ്ങി ഓടിയ വീഡിയോ നമുക്കൊന്ന് കാണാം. വളരെ പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനെതിരെ കടുത്ത അതൃപ്തിക്ക് പിന്നാലെ രമേശ് ചെന്നിത്തല തലസ്ഥാനം വിട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട്ടെ വീട്ടിലേക്ക് എത്തും. മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് ചെന്നിത്തല അറിയിച്ചതായി സൂചന. നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല. എന്തായാലും മഹേഷ് ചന്ദ്രൻ കൂടി ചേരുകയാണ്. എന്ത് പറ്റി അണ്ണേ തിരിച്ചു വരൂ, മടങ്ങി വരൂ. ഹർഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്തായാലും രമേശ് ചെന്നിത്തല പൂർണ്ണ തൃപ്തിയോടെയല്ല ഇക്കാര്യത്തെ ഹൈക്കമാൻഡിനോട് മറുപടി പറഞ്ഞത്. മഹേഷ് ചന്ദ്രൻ ചേരുകയാണ്. മഹേഷ്, എന്തായാലും രമേശ് ഇത്രയും നാള് പുള്ളി സീനിയറൊക്കെ അല്ലേ, എനിക്ക് തന്നെ വരുമായിരിക്കും എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് സീനിയോറിറ്റി എടുത്ത് ചാണക്കോട്ട സതീശനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. അപ്പോഴേ അണ്ണന്റെ കൺട്രോൾ പോയി. പണ്ടും ചവിട്ടിയതാണ്, ഇപ്പോഴും ചവിട്ടി. എനിക്ക് പറ്റൂല, ഈ അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കൂല, ഞാൻ പോണില്ലെന്ന് പറഞ്ഞ് ഒരൊറ്റ പോക്കാ പോയത്. കടുത്ത അതൃപ്തിയിലാണ്. മഹേഷ് കേൾക്കാമെങ്കിൽ രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിലാണ്. എന്റെ പൊന്നു മഹേശ്വരി ഒന്ന് പറയടാ, എത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതെ, രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിലാണ്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരം വിട്ടിരുന്നു. അദ്ദേഹം വീടിന് പിന്നിൽ കൂടി തന്നെ അദ്ദേഹം യാത്ര തിരിച്ചു. ഹരിപ്പാടേക്കാണ് യാത്ര എന്നാണ് സൂചന. കാരണം ഇത്രയധികം അവഗണിച്ചത്, തന്റെ സീനിയോറിറ്റി അവഗണിച്ചു, തന്റെ പ്രതിഷേധ സ്ഥാനത്ത് നിന്ന് MLA-മാർ ഭൂരിപക്ഷം ഉണ്ടായിട്ട് മാറ്റി. ഇപ്പോൾ അതേ രീതിയിൽ തന്നെ അവഗണിച്ച് ഒഴിവാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്രയും സീനിയറായ ഒരു നേതാവ്, ഇനി ഒരു അവസരം ഉണ്ടാകാത്ത ഒരു നേതാവാണ് താൻ. അതൊന്നും ഗവനിച്ചില്ല, പരിഗണിച്ചില്ല. അതാ ലാസ്റ്റ് അവസരം പുള്ളിയുടെ. ഇതൂടെ കഴിഞ്ഞാൽ ഇല്ല, അടുത്ത കൊല്ലമൊന്നും ഇല്ല. അതാ പറഞ്ഞേ, വിഷമമായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയി പുള്ളിക്ക്. ഒരു തരത്തിലുള്ള പരിഗണന ഉണ്ടായില്ല. ഈ പ്രഖ്യാപനം വരുന്നതിന് അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡിൽ നിന്ന് ഫോൺ കോൾ വരികയും നിങ്ങളല്ല മുഖ്യമന്ത്രി എന്ന് പറയുകയും സതീശാണ് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ പ്രതിഷേധം വിറച്ചു തുടങ്ങിയതാ.
പുള്ളിക്ക് വല്ല അറ്റാക്ക് വല്ലതും വരുവോടെ? പ്രതീക്ഷിച്ചില്ല. രമേശ് ചെന്നിത്തല അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് CLP യോഗത്തിന് കാത്തു നിൽക്കാതെ രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരുവനന്തപുരത്ത് മടങ്ങിയിരിക്കുന്ന ഹരിപ്പാടേക്ക് പോകുന്നു എന്ന വിവരമാണുള്ളത്. അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ വിജയമായാൽ മാത്രമായിരിക്കും ഇന്ന് CLP യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയുള്ളൂ. ശക്തമായ പ്രതിഷേധം. യവന്മാരെയൊക്കെ അനുനയിപ്പിച്ച് വരുമ്പോഴത്തേക്ക് 5 കൊല്ലം കഴിയും. എന്തുവാണ് ഇത്? ഇതാണ് ഡെമോക്രാസി. പറയാതിരിക്കുന്ന ഭേദം. 5 കൊല്ലത്തേക്കുള്ള കോമഡി എന്തായാലും ആയിട്ടുണ്ട്. റെഡി ബൂം പാങ്. ഇവന്മാർ തമ്മിലുള്ള ഈ തമ്മിത്തല്ല് കാരണം പാവപ്പെട്ട പിണറായി വിജയനാണ് എല്ലാവരും മറന്നു പോകുന്നത്. അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നാണം കെട്ട തോൽവി ഉണ്ടായിട്ട് എത്ര സിമ്പിളായിട്ടാണ് അവർ രക്ഷപ്പെട്ടത്. ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു ചർച്ച നടന്നു, എന്തുകൊണ്ട് ഇവര് തോറ്റു, എന്തുകൊണ്ട് പിണറായി ആളുകൾ വെറുക്കുന്നു, എന്തെങ്കിലും പറ്റിയുള്ളൊരു വിശകലനമോ ചർച്ച എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. അതിനുള്ള സമയം കൊടുത്തില്ല. റിസൾട്ട് വന്ന് അന്നേരം തുടങ്ങിയ അടിയാണിത്. LDFനെ 5 കൊല്ലത്തേക്കിട്ട് ഊക്കാനുള്ള വകുപ്പുണ്ടായിട്ടും ഒരു 5 മിനിറ്റത്തേക്കുള്ള ഗ്യാപ്പ് പോലും UDF തന്നില്ല. എല്ലാ ഊക്കും അവന്മാര് തന്നെ അങ്ങ് ഏറ്റുവാങ്ങി. അന്നാ കെട്ടിപ്പിടുത്തം, കഴുത്തിഞ്ഞെരുക്കി പിടിച്ചിട്ടുള്ള കെട്ടിപ്പിടുത്തം കണ്ടപ്പോഴേ എനിക്കറിയാം VD സതീശനും രമേശ് ചെന്നിത്തലയും കേശി എല്ലാം കൂടെ ഇവിടെ ചളവാക്കുന്ന കെട്ടിപ്പിടുത്തത്തിനകത്തുണ്ടായിരുന്നത്. അത് കെട്ടിപ്പിടുത്തമൊന്നും അല്ലായിരുന്നു. ഓർമ്മയില്ല നിങ്ങൾക്ക്? കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള പരിപാടിയായിരുന്നത്. അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് നാട്ടുകാരുടെ ഊക്കലയിൽ നിന്ന് പിണുസഖാവ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിൽ കൂടെ കുറെ കമ്മികൾ കണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ അടിച്ചിറക്കുന്നുണ്ട്. ഒടുവിൽ കേരള ജനത തിരിച്ചറിഞ്ഞു, നിങ്ങളായിരുന്നു ശരി. ഇരിക്കുക വെക്കണം അങ്ങോട്ടേ കണി. അദ്ദേഹത്തിന്റെ ആ ചെറിയ ധാർഷ്ട്യം തന്നെയായിരുന്നു ഈ നാടിന്റെ കരുത്ത്. കരുതല്ല, പറയുന്നില്ല ഞാൻ. കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന മാറ്റങ്ങളുടെ പിന്നിൽ ആ ഉറച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു. ലാൽ സലാം അത് കൂടുതലൊന്നുമല്ല. പിണറായി വേറെ ആരെയും വളരാൻ അനുവദിക്കത്തില്ല. അങ്ങേരുടെ മുകളിലോട്ട് ആരെങ്കിലും വളരുന്ന രീതിയിൽ അങ്ങേർക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങേര് വെട്ടും, കാല് നോക്കി വെട്ടും. ഇതാണ് പിണറായി. പണ്ട് ശൈലജ ടീച്ചർ കോവിഡ് സമയത്ത് പിണറായിയുടെ മുകളിൽ ഇന്റർനാഷണൽ ലെവലിൽ വരെ വളർന്നു പോകുന്ന ഒരു സാഹചര്യം വന്ന് അവരെ അന്ന് ഒതുക്കിയതാണ്. പിന്നെ ഇതുവരെ അവരുടെ ഒരു വിവരവും ഇല്ല. അവരെ മീഡിയയിൽ കാണാൻ പോലും ഇല്ല. അതാ പറഞ്ഞ പിണറായിയുടെ മുകളിൽ വേറെ ആരെങ്കിലും വരും എന്ന് പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ഒതുക്കും, നൈസായിട്ട് ഒതുക്കി അങ്ങ് വിടും. ഇതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം. ഇനി അടുത്ത ഇലക്ഷനെങ്കിലും ഈ മുതലിനെ മാറ്റി വേറെ ആരെങ്കിലും ആ നേതൃസ്ഥാനത്തോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതിനേക്കാളും ദയനീയമായിട്ട് പൊട്ടും. അത് വേറെ കാര്യം. ഈ മോന്തക്കിന് വോട്ട് കിട്ടൂല. ഓക്കെ, അപ്പം ഇങ്ങനെയും കുറെ ക്യാപ്സൂളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഗോളടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? എന്താണെങ്കിലും ഈ ഒരു പ്രഖ്യാപനത്തിൽ നമുക്ക് ആകെ കൂടി ഒരു സന്തോഷമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളെ നിരാശപ്പെടുത്തിയില്ല, ജനങ്ങളുടെ പക്ഷത്ത് നിന്നു എന്നുള്ളതാണ്. LDF സർക്കാർ ആയിരുന്നെങ്കിൽ പോലും ആ ഒരു പക്ഷത്ത് നിൽക്കത്തില്ല. അത് UDF ചെയ്ത് കാണിച്ചു. അത് നല്ലൊരു പോസിറ്റീവ് ഘടകമാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് സെയിം സിനാരിയോ ആന്ധ്രയിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പടം നയിച്ചവനെ ഒതുക്കിയിട്ട് പുറയുന്നിരുന്ന ഒരുത്തനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയ ഒരു സാഹചര്യം ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നും ഇതുപോലെ തന്നെ ആയിരുന്നു. MLA-മാരുടെ സപ്പോർട്ട് മറ്റു നേതാക്കന്മാർക്കായിരുന്നു, പടം നയിച്ചവനായിരുന്നില്ല. അന്ന് ഹൈക്കമാൻഡ് MLA-മാരുടെ സപ്പോർട്ടിനനുസരിച്ച് നിന്നു. പക്ഷെ ഇന്ന് ഇവർ ജനങ്ങളുടെ ഒപ്പം നിന്നു. ജനങ്ങളുടെ ഒപ്പം നിന്നു എന്നങ്ങ് നമുക്കങ്ങ് തീർത്ത് പറയാനും പറ്റത്തില്ല. രാഹുൽ ഗാന്ധിക്കും ഹൈക്കമാൻഡിനും MLA-മാർക്കും എല്ലാവർക്കും KC മതിയായിരുന്നു. വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. KC മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ MP സ്ഥാനം രാജിവെക്കണം. കേരളത്തിൽ എവിടെ നിന്നാലും KC 8 നില പൊട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 8 നില പൊട്ടും. ഇനി ആ പൊട്ടിക്കാൻ ചുക്കാൻ പിടിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും കൂടി ആണെങ്കിലോ, ഇപ്പൊ ഓൾറെഡി തോറ്റ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് LDF നേതാവും കൂടി ആണെങ്കിലോ, അതിനേക്കാളും വലിയ നാണക്കേട്, നാറിയ നാണക്കേട് UDF ഗവൺമെന്റിന് കിട്ടാനില്ല. ഈ 102 സീറ്റ് പിടിച്ചത് വെറും പാഴായി പോകും. ജനങ്ങൾ ഓൾറെഡി നിങ്ങളെ മടുത്തു എന്ന് വിധി എഴുതും, അല്ലെങ്കിൽ കമ്മി കൂട്ടങ്ങൾ അടിച്ചിറക്കും. അത് ഇവർക്ക് മനസ്സിലായി. അതും ഇതിന്റെ പുറകിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് VD പിടിച്ചിപ്പോ ആക്കിയേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. 10 കൊല്ലത്തിന് ശേഷമാണ് ഇവരുടെ കയ്യിലോട്ട് ഭരണം കിട്ടുന്നത്. ഈ പറയുന്ന KCയെ പിടിച്ച് ആക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എഗനിസ്റ്റ് ആണ്. ജനങ്ങൾക്ക് ഒരു പുല്ല് വിലയും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നറേഷനാണ് പുറത്തോട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ തോറ്റ് 5 കൊല്ലം തികയാൻ കണ്ട് ജനങ്ങൾ നോക്കിയിരിക്കും ഇവരെ പിടിച്ച് വെളിയിൽ കളയാൻ. അപ്പം സതീശനെ മുഖ്യമന്ത്രി ആക്കിയതിൽ നിന്ന് അങ്ങനെ ഒരു വലിയ നാണക്കേടിൽ നിന്നുകൂടിയാണ് UDF ഇപ്പൊ എസ്കേപ്പ് ആയത്. ഇപ്പൊ 2 മത്സരം വരേണ്ടി വരും. MLA ആൻഡ് MP ഈ 2 സ്ഥാനവും LDF കൊണ്ടു, ഉറപ്പാ, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇനി മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടി നടക്കാൻ പോകുന്നത് മന്ത്രിമാരുടെ തെരഞ്ഞെടുപ്പിലാണ്. ഇതിന്റെ പൂർണ്ണ അധികാരം മിക്കവാറും കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിർവഹിക്കാൻ പോകുന്നത് KC വേണുഗോപാലാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിച്ച KC വേണുഗോപാലിന്റെ കയ്യിൽ നിന്നാണ് സതീശൻ മുഖ്യമന്ത്രി സ്ഥാനം അടിച്ചോണ്ട് പോയത്. ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ KCയുടെ ഒരു ഡിഗ്നിറ്റി, ആ പുള്ളിക്ക് ഒരു പവർ ഉണ്ട് എന്ന് ഹൈക്കമാൻഡിന് കാണിക്കണം. അതുകൊണ്ട് തന്നെ പൂർണ്ണ അധികാരം KCക്കായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സതീശൻ പറയുന്ന പേരുകൾ KC ചിലപ്പം വെട്ടും, പിന്നെയും അടിയാവും. ഇപ്പൊ ആഭ്യന്തര
ആഭ്യന്തരമന്ത്രി സ്ഥാനവും സതീശന് വേണമെന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. മിക്കവാറും അതും കൊടുക്കാനുള്ള സാധ്യതയില്ല. ഇപ്പൊ രമേശ് അണ്ണൻ പിണങ്ങിപ്പോയതുകൊണ്ട് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും പരിപാടി. മാത്രമല്ല ഇതിനകത്ത് ഇപ്പൊ ലോട്ടറി അടിക്കാൻ പോകുന്നത് KC വേണുഗോപാലിനാണ്. AICC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മല്ലികാർജുനെ രാജിവെപ്പിച്ചിട്ട് KC വേണുഗോപാലിനെ ആ ഒരു സ്ഥാനത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിന് ലോട്ടറിയാ, ഈ ക്ഷീണം അങ്ങ് മാറി കിട്ടും. അപ്പൊ വഴിയാധാരമാവുന്നത് നമ്മുടെ രമേശ് അണ്ണൻ. ഇത്രയും കാലം കോൺഗ്രസിനകത്ത് നിന്നിട്ട് മുതിർന്ന നേതാവ്, അവൻ നമ്മുടെ AICC പ്രസിഡന്റുമായി ഒരുത്തൻ ഇവിടെ മുഖ്യമന്ത്രിയോ. ഞാൻ ആരായിട്ടാ മൂഞ്ചി തെറ്റി രമേശ് അണ്ണൻ പിണങ്ങി. ചുമ്മാ അതല്ല അങ്ങനെ പിണങ്ങി പോയത്, ആലോചിച്ച് നോക്കി. അങ്ങനെ പിണക്കം നമുക്ക് മനസ്സിലാവും, വിഷമം നമുക്ക് മനസ്സിലാവും. എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് KC അണ്ണനും ഇതിന്റെ മുമ്പിൽ വന്ന് മീഡിയസിന്റെ മുന്നിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതോടൊപ്പം കാണാം. UDFിന്റെ സർക്കാർ, ആ സർക്കാർ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായി പാർട്ടി ഹൈക്കമാൻഡ് നിയമിച്ച ശ്രീ VD സതീശനെ അങ്ങേയറ്റം ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഞാൻ MLA-മാരുടെ പിന്തുണ താങ്കൾക്കല്ലാതെ പറയട്ടെ, അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ലടേ. നമ്മള് ഔട്ട്. ചിരിയുണ്ടോ പാവം? ആ ചിരിയോട് ഒന്ന് പൊട്ടിക്കരഞ്ഞുവിടണ അണ്ണനൊന്ന് പൊട്ടിക്കരയണ്ണ. നിങ്ങൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഡൽഹിയിലെ പത്രക്കാർ നിങ്ങളിവിടെ വന്ന് ചോദിച്ചപ്പോഴൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, തീരുമാനം എന്തായാലും പാർട്ടി പ്രവർത്തക നിലയിൽ അത് ശിരസാ വഹിക്കും. ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ? ഇന്ന് വരെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഹൈക്കമാൻഡ് ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ശിരസാ വഹിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെന്താ സംശയം അവിടെ? എന്താ സംശയം? ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, മുമ്പേ പറയാറുണ്ട്, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുണ്ട്, ത്രിവർണ്ണ പതാക പുതപ്പിച്ച് മരിക്കണം എന്നാണ് ആഗ്രഹം. ആ വിഷമം നമുക്ക് അണ്ണന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. ചിരിക്കുന്നെങ്കിലും ഒന്ന് പൊട്ടിക്കര, ആ വിഷമം അങ്ങ് പോട്ട്. എനിക്ക് പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാറില്ല ഞാൻ. പാർട്ടിയാണ് എനിക്കെല്ലാം. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, പോകാറില്ല. പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാകുമ്പോൾ അതിന്റെ മനസ്സും വേദനിക്കും. ആ പറഞ്ഞതിനകത്ത് ഒരു കുത്തില്ലേ? വീടിക്കിട്ടൊരു കുത്തിയതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് മുകളിൽ VD സതീശൻ വളർന്നു എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. VD സതീശൻ വാശി പിടിച്ചു, പാർട്ടിയെ നോക്കാതെ ജനങ്ങൾ വാശി പിടിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നു. അതാണ് സംഭവം. അതാണ് ഈ ഒരു കാര്യം ആ മീഡിയ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് കേരളത്തിൽ ഉണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞു. അല്ല, ഇന്നത്തെ ദിവസമെങ്കിലും അങ്ങനെ ഒന്ന് കുത്തി ചോദിക്കാതെ. നല്ല ചിരി. ഇന്നത്തെ ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ പോയി പൊട്ടിക്കരഞ്ഞോട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കാതെ. ഇപ്പൊ തന്നെ നാട്ടുകാർ എന്നെ പൊങ്കാലിട്ടോണ്ടിരിക്കുകയാണ്. ഇനി അങ്ങനെയും കൂടെ പറഞ്ഞു നീയൊക്കെ പരുത്തി തീർത്തു കഴിഞ്ഞാൽ പിന്നെയും പൊങ്കാലിയിടും. എന്നാലും ആ രമേശ് അണ്ണന്റെ കാര്യം ഓർക്കുമ്പോൾ ചിരി വരുന്നത്. KCക്ക് ഇനിയും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. മറ്റേങ്ങൾക്ക് അതും ഇല്ലെന്ന് തോന്നുന്നു. കഷ്ടം. ഇതിപ്പോ മീഡിയക്കാര് MLA-മാരെടുത്തോ MP-മാരെടുത്തോ ആരോടെങ്കിലും VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിൽ സന്തോഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി, എല്ലാവരുടെയും മറുപടി ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. ഹൈക്കമാൻഡ് ശരിയായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനത്തോട് ഞങ്ങൾ യോജിക്കുന്നു, അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അതിനോട് 100% പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അതിനോടൊപ്പം നിൽക്കുന്നു. ഇതല്ലാതെ വേറൊരു മറുപടി ആരുടെയും ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയില്ല. വളരെ കുറച്ച് ആൾക്കാരുടെ അല്ലാതെ വേറെ ആരുടെയും ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയില്ല. മിക്ക MP MLA-മാർക്കും സന്തോഷമൊന്നുമില്ല. ഇത് തന്നെയാണ് മിക്കവാറും മന്ത്രിസഭയിൽ സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ തലവേദനയും. VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിൽ ഏറ്റവും കൂടുതൽ അതൃപ്തി പ്രകടിപ്പിച്ച വ്യക്തിയാണ് K സുധാകരൻ. VD മുഖ്യമന്ത്രി ആയതിനു ശേഷം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ചേർന്ന് വെക്കാം. അങ്ങ് കൊടുത്ത അങ്ങ് KCയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഒരിക്കൽ പറയുകയുണ്ടായി. അതിന് പകരം VD വരുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അതെന്താ എല്ലാവരും ഒരുപോലെയല്ലേ? ഇവർ രണ്ടുപേരും നമ്മളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 തൂണുകളല്ലേ? 2 തൂണ് എന്ന മുതൽ നമുക്ക് എന്താ അതിനകത്ത് കുറവ്? ഇപ്പൊ 2 തൂണുകളായി ഗൈസ്.
ഇപ്പൊ ഒരു കുറവുമില്ല ഗൈസ്. ഈ ഒരു മുഖ്യമന്ത്രി ചെയറിന് വേണ്ടിയുള്ള പിടിവലി പുകഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു അറിയുമോ? കോൺഗ്രസിനകത്ത് ഒരു സതീശനല്ല, ഒരുപാട് സതീശന്മാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഉള്ള സതീശന്മാരെല്ലാവരും തൂണുകളായിരുന്നു, ഇപ്പം വെറും 2 തൂണാക്കി അങ്ങ് മാറ്റിയേക്കുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ചെന്നിത്തല പിണങ്ങിപ്പോയതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ലെന്നാണ് സുധാകർജിയുടെ മറുപടി. എല്ലാവരുടെയും മുഖത്ത് നല്ല വിഷമമുണ്ട് കേട്ടോ. എന്റെ പരിചയത്തിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഒരു കടിപിടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, കസേരകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഇതിനകത്ത് മെയിൻ വില്ലൻ റോള് നിൽക്കുന്നത് KC വേണുഗോപാലോ ഒന്നുമല്ല. VDക്ക് ഏറ്റവും എഗനിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി നമ്മളൊക്കെ ഭയങ്കര ശാന്ത സ്വരൂപനായിട്ട് കണക്കാക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. ഇങ്ങനെ ഈ കാണുന്നതൊന്നുമല്ല, അടിക്കൂടെ നല്ല പടി പടിയുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഈ പിണങ്ങിപ്പോയത്. അവൻ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇങ്ങനെ ഇപ്പോഴത്തെ ഈ പിണങ്ങിപ്പോക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ഈ പിണങ്ങിപ്പോക്കിന്റെ പിന്നിലും എന്തെങ്കിലും ഒരു കലാപരിപാടി ഒപ്പിച്ച് വെക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പുള്ളി അഭിനന്ദിച്ച് വന്ന കുറച്ച് പോസ്റ്റുകൾ, നമ്മുടെ MP MLA-മാരുടെ പോസ്റ്റുകൾ നമുക്കൊന്ന് കാണാം. ആദ്യമായി നമ്മുടെ സ്വന്തം മണ്ഡലത്തിലെ നേതാവ് CR മഹേഷ്, ജനവികാരം മാനിക്കപ്പെട്ടു, ശ്രീ VD സതീശന് അഭിനന്ദനങ്ങൾ. മഹേഷ് ഇങ്ങനെയാണ് കുറിച്ചത്. VM സുധീരൻ, നിയുക്ത മുഖ്യമന്ത്രി പ്രിയപ്പെട്ട VD സതീശന് ഹാർദവമായ അനുമോദനങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടി, കേരളത്തിന്റെ പുതിയ അമരക്കാരന് ഹൃദയപൂർവ്വം ആശംസകൾ. ഷാഫി പറമ്പിൽ, കേരളത്തിന്റെ കോൺഗ്രസിന്റെ UDFന്റെ മുഖ്യമന്ത്രി VD സതീശൻ അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞിട്ടതാണ്. അത് ഇപ്പൊ ഞാനിത് എടുത്ത സമയത്ത് 13,000 കമന്റ് ആണ് അതിന്റെ അടി വന്നത്. ഇപ്പം 15,000 20,000 ആയിട്ടുണ്ടാവും. നല്ല പച്ച അപരാധമാണ് അതിന്റെ അടി വന്നിട്ട് അണികൾ വിളിച്ചോണ്ടിരിക്കുന്നത്. ഒരെണ്ണം വായിക്കാം. കാലുവാരി, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, വെയിറ്റ് ഫോർ യുവർ കൗണ്ട് ഡൗൺ, പിറ്റി അബൌട്ട് യു. ഇതല്ല ഷാഫിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്, നമ്മൾ തോറ്റു നേതാവേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറെ ആളുകൾ നല്ല തെറിവിളി കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. സുരേഷ് ഗോപി, VD സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് തിളക്കമാർന്ന വിജയാശംസകൾ നേരുന്നു. PC ജോർജിന്റെ സാധനമാണ് എനിക്ക് അങ്ങോട്ട് ദഹിക്കാതെ പോയത്. ഇത് അതിന്റെ ഇടയ്ക്കും എന്തോ കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ. ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും താഴെയാടവും MLA-മാരും SNDP-യും NSS-ഉം ജനവികാരം മാനിച്ചെന്ന് വിശ്വസിക്കുന്ന പ്രബുദ്ധരോട് കർണാടകയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഹൈക്കമാൻഡ് ചെവി കൊടുക്കാത്ത ജനവികാരത്തിന് കേരളത്തിൽ മാത്രം ചെവി കൊടുക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ടാണ് PC ജോർജ് വന്നിട്ട് ഈ ഒരു സാധനം പൊട്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ നടന്ന ബാക്ക്ഗ്രൗണ്ട് ചർച്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഏതാണെങ്കിലും ഈ ഒരു സാധനവും ചർച്ചാ വിഷയമാകും. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. നെക്സ്റ്റ്, ചാണ്ടിയുമ്മൻ VDS, കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ടിട്ടുണ്ട്. നമ്മുടെ മാങ്ങാണ്ടി, കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ പ്രതിപക്ഷത്തിന്റെ കഠിനമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ജനവിരുദ്ധ ഭരണത്തിന്റെ തെരുവുകളിൽ സമരം ചെയ്ത് 10,000-കണക്കിന് സഹപ്രവർത്തകർ, ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചൊരിഞ്ഞ സാധാരണക്കാർ, ഭീകരവാദികളെ പോലെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട നിരപരാധികൾ, ഒരു സ്ഥാനത്തിനും പ്രതിഫലവും പ്രതീക്ഷിക്കാതെ വീടാന്തരം കയറി ജനാധിപത്യ വോട്ട് അഭ്യർത്ഥിച്ച പ്രവർത്തകർ, അവരുടെ സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം. അവരുടെ പ്രതീക്ഷയും പരിശ്രമവും ഇന്ന് ജനങ്ങളുടെ സർക്കാരായി രൂപം കൊണ്ടിരിക്കുന്നു. ആ സർക്കാരിനെ നയിക്കാനുള്ള ദൗത്യം ഹൈക്കമാൻഡ് ശ്രീ VD സതീശനെ ഏൽപ്പിച്ചിരിക്കുന്നു. ജനഹിതം മുൻനിർത്തി ജനങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന ഒരു ഭരണമായി ഈ സർക്കാർ മാറുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ മ്യാങ്ങാണ്ടി കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ എന്നാണ് ഇപ്പോൾ വരുന്ന ന്യൂസ്. ഇതൊക്കെയാണ് ഗൈസ് നിലവിലുള്ള അപ്ഡേറ്റ്സുകൾ. അപ്പം കൂടുതൽ കോമഡികൾക്കായി നമുക്ക് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാം. പാപം അവിടെ ഒരു മൂലയ്ക്ക് വെച്ചേക്കോ, ഞാൻ അവിടെ ഇരുന്നോട്ടെ കുറച്ച് നേരത്തേക്ക്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി.